Oh, let me up with a bright smile on now. Put me in the dark, don't won't get lost now. To the moonlight. ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ പുതിയ കാറിൽ ആദ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങടൊക്കെ പോകണമെന്നൊന്നും ഞാനിപ്പോൾ പറയാം. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്താണെങ്കിലും നല്ല കിഡ് പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ. ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അരീക്കൽ വെള്ളച്ചാട്ടം പലരും കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ മൂവാറ്റുപുഴയിൽ പാമ്പാക്കുട എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് ചുറ്റും റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ആരും തന്നെ പ്രതീക്ഷിക്കാത്തത് തന്നെയാണല്ലേ. അപ്പം നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. താഴത്തോട്ട് പോയി നോക്കാം. നല്ല വൃത്തിക്ക് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ രണ്ട് സൈഡിലും സേഫായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസിൻസൊക്കെ പുറകെ ഇറങ്ങി വരുന്നുണ്ട്. ഈ താഴോട്ട് കുറേയൊക്കെ പോകാനുണ്ട്. ഇതോ ദൂരെ കാണാൻ പറ്റും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ചെറിയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞനിയനാണിത്, അപ്പൂസ്. ഇപ്പോൾ ഇവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഓടുകയാണ് ആൾ. കണ്ടില്ലേ, മലയൊക്കെയാണ് ഇവിടെ, പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അതാണ് അരീക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്. മഴക്കാലത്താകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. പിന്നെ ഈ ട്രിപ്പിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുഞ്ചാച്ചനും ഉണ്ട്, ചിറ്റയുണ്ട്, പിന്നെ ചിറ്റയുടെ അനിയനും ഉണ്ട്. ഇത് ചിറ്റയുടെ അനിയനാണ്. ഞങ്ങൾക്ക് ഈ ട്രിപ്പിന് ഫോട്ടോസ് ഫുൾ എടുത്തു തന്നത് ഇവനാണ്. അപ്പൂസ് പിന്നെ പണ്ടേ അഡ്വഞ്ചറിൻ്റെ ആളാണല്ലോ. ഇത് അനിയന്മാരും അനിയത്തിയാണ്. ഇവന്മാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് അരീക്കലിൻ്റെ ഒരു സൂപ്പർ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ വരുന്നവരിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു സാഹസ്യ പ്രവൃത്തി ചെയ്യാറുള്ളൂ.
മുകളിൽ ചെന്നിട്ട് ഇതിൻ്റെ വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മളവിടെ ഏന്തി വലിഞ്ഞ് കയറിയിരിക്കും. അങ്ങനെ നമ്മൾ സാഹസികമായി മുകളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി താഴത്തോട്ട് നോക്കാൻ റെഡി ആയിരിക്കും. കണ്ടോ, അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മേളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്ന സ്റ്റെപ്പുകൾ കണ്ടോ, നമ്മൾ ആദ്യം ഇറങ്ങി വന്നതാണ്. ഇവിടെ പിന്നെ കാര്യമായിട്ട് ഫോട്ടോഷൂട്ട് കിടക്കുവാണ്. ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്താൻ പറ്റും. കുറേയും കൂടെ ഫ്രണ്ടിട്ട് പോയ അപകടമാണ്. നിരോധിത മേഖല ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. വെറുതെ എന്തിനാ അഡ്വഞ്ചർ കൂടുതൽ ചെയ്തിട്ട് ഉരുണ്ട് വീടിന് നാണം കിടന്നേലേ. ഇനി നമ്മൾ പോണത് അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ സൈഡിലായിട്ട് ചെറിയൊരു വഴി കണ്ടു. അവിടെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൂസിനൊരാഗ്രഹം അവിടെ എന്താണെന്ന് കാണാൻ. എന്താണേലും ഞങ്ങൾ നോക്കിയിട്ട് കുറച്ച് വാഴത്തോട്ടം മാത്രമേ കണ്ടുള്ളൂ. ഇത്ര ഉള്ളൂ കേട്ടോ, ഡാ മോനെ അത് ലോക്ക ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരേണ്ട അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ വാഴത്തോട്ടം മാത്രം കണ്ട സംതൃപ്തിയിൽ തിരിച്ചു നടന്നു. അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുക്കുമൂല്യം ഞങ്ങൾ അരിച്ചു പെറുക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി തിരിച്ചു പോവാം. അപ്പോൾ തന്നെയാണോ തിരിച്ച് ഓടാൻ വേണ്ടിയിട്ടും ഏറ്റവും ഫ്രണ്ടിൽ ഓടുന്നത് തന്നെ. ഒന്നും പറയാനില്ല, നല്ല ഒന്നൊന്നര കയറ്റായിരുന്നു കേട്ടോ. സാനിറ്റൈസറൊക്കെ തൂത്ത് എല്ലാവരും കയറി വരുന്നുണ്ട്. എന്താണ് ഒന്നും അടുത്ത സ്ഥിതിക്ക് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചാലോ. ഇനി ഞങ്ങൾ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? നമ്മുടെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.